അതെന്തുകൊണ്ടായിരിക്കും ചില ആൾക്കാരെ പിടിച്ചു നിർത്തുന്നുണ്ടായിരിക്കും? കാര്യം മക്കളെ എങ്ങനെ പോകണ്ട, അല്ലെങ്കിൽ പഠിക്കാൻ പോയാൽ മതി അതൊക്കെ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? അങ്ങനെ പഠിക്കുന്നുണ്ടല്ലോ? പഠിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ MBA പഠിക്കുന്നുണ്ട്. അടിപൊളി. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? അങ്ങനെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ. പ്രോസ്പെക്ട് നമുക്ക് അറിയാലോ. ഇപ്പൊ ലക്ഷ്മി വിചാരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? എൻ്റെ അച്ഛൻ എന്ന് വെച്ചാൽ എൻ്റെ ഇഷ്ടങ്ങളും ഒരുപോലെ കൊണ്ടുവരണം. അതായത് അച്ഛൻ ഒരു കലാകാരനായതുകൊണ്ട് തന്നെ ഞാനൊരു ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു. അപ്പം എൻ്റെ ചെറുപ്പം തൊട്ടേ ഞാൻ ഡാൻസിൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഫാമിലി തന്നെയാണ്. എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നത് എൻ്റെ കലാജീവിതത്തിലാണെങ്കിലും എൻ്റെ പഠിത്തത്തിലാണെങ്കിലും എന്നെ ഇത്രത്തോളം ഉയർത്തിയെടുത്തത് എൻ്റെ വീട്ടുകാർ തന്നെയായിരിക്കും. കാരണം എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും സ്പെഷ്യലാണ്. അപ്പൊ അവരല്ലാതെ വേറെ ആരെ എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ അമ്മ തർക്കമൊന്നും പറഞ്ഞില്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. അതാ ഞാൻ പറഞ്ഞ, അച്ഛനും അമ്മയാണെങ്കിലും എൻ്റെ ഇഷ്ടങ്ങളിൽ കൂട്ടു നിൽക്കുന്നവരാണ്. നല്ല ഞാൻ ഒരു കാര്യം അവരോട് ആവശ്യപ്പെട്ടാൽ നല്ലതാണെന്ന് തോന്നിയാൽ ഉറപ്പായിട്ടും അവര് അത് സാധിച്ചു തരും. അപ്പോൾ ഈ തട്ട് കേൾക്കുന്നത് നമ്മുടെ സീരിയൽ ലൊക്കേഷനിലാണ്. അപ്പുറത്തെ ചെറിയ മരപ്പണി നടക്കുകയാണ്. അതിൻ്റെ ഒരു ചെറിയ കൊട്ടലാണ് ഈ കേൾക്കുന്നത്. പ്രഷർ കേൾക്കുന്നത് ക്ഷമിക്കണം. ഈ നമ്മളിപ്പം അച്ഛൻ ഇപ്പം ഭയങ്കര ഇതൊക്കെ, പിന്നെ ഈ ബസ്സിലൊക്കെ പോകുമ്പോൾ താങ്കളുടെ മകളാണ് അറിയുന്നവർ ചോദിക്കത്തില്ലേ, താങ്കളുടെ മകളാണ് ചെയ്യുന്നത്, അപ്പം അച്ഛൻ്റെ ഒരു എന്തായിരിക്കും അച്ഛൻ്റെ ഒരു സന്തോഷം? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും ഒരു സംഭവം ബസ്സിൽ വെച്ചിട്ടുള്ള? നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ അച്ഛനെ അറിയുന്നവരുണ്ട്. അച്ഛനും ഇതുപോലെ സിനിമ സീരിയൽസ് ഒക്കെ ചെറുതായിട്ട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അച്ഛനെ അറിയുന്നവരുണ്ട്. അപ്പൊ അച്ഛനോട് ചോദിക്കും മകളല്ലേ ചെയ്യുന്നത്. ശരിക്കും അച്ഛൻ ഭയങ്കര, ഇപ്പൊ ഞാൻ ഇതിൽ അഭിനയിക്കുന്നത് കൊണ്ട് തന്നെ അച്ഛന് ഭയങ്കര സന്തോഷമാണ്. കാരണം അച്ഛൻ ആഗ്രഹിച്ചൊരു മേഖലയാണ്. അപ്പൊ അച്ഛൻ പറ്റാത്തത്, അച്ഛന് കഴിയാത്തത് എന്നെ കൊണ്ട് സാധിക്കുന്നതുകൊണ്ട് അച്ഛൻ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പം എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴേ, പുറത്തോട്ടൊക്കെ പോകുമ്പോഴേ, അപ്പം അച്ഛൻ ഇങ്ങനെ ഭയങ്കര ജാടക്കൊക്കെ നടക്കുക, എൻ്റെ മോളിങ്ങനെയാണ്, ആരെങ്കിലുമൊക്കെ വെളിയിൽ പോകുമ്പോൾ ഓടി വന്ന് അപ്പം ലക്ഷ്മി എടുത്ത് ചോദിക്കാണ് ആ സീരിയൽ ചെയ്തല്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനടുത്തുള്ള അച്ഛൻ്റെ ജാട എന്തായിരിക്കും? ജാടയൊന്നും എടുത്തില്ല. അച്ഛക്ക് സന്തോഷം അത് കാണുമ്പോൾ. ഇപ്പം എവിടെയെങ്കിലും പോവുകയാണെങ്കിലും ചേച്ചി ഒരു ഫോട്ടോ ഒക്കെ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ്റെ ഫേസിൽ ഭയങ്കര ഹാപ്പിയാണ്. പറയുമ്പോൾ കണ്ണ് നിറയുന്നല്ലോ, എന്ത് പറ്റി? അല്ല, കാരണം എനിക്ക് ഞാൻ ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ആളാണ്. അപ്പം അച്ഛൻ്റെ ഒരു ആഗ്രഹം എനിക്കൂടെ സാധിക്കുമ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡാണ് അതിൽ. അല്ല, അത് ഭയങ്കരമായിട്ട് അത് കണ്ണിലും ആ ഒരു ഫേസിലും കാണാൻ സാധിക്കുന്നുണ്ട്. കാര്യം എല്ലാവരും പിടിച്ചു നിർത്തുമ്പോൾ എനിക്കൊന്ന് നമ്മൾ ചില ആൾക്കാരുടെ, അതായത് അമ്മയ്ക്ക് ഇഷ്ടം അച്ഛന് ഇഷ്ടമല്ലാതെ ആയിരിക്കും നമ്മളിവിടെ വരുന്നത്. അപ്പോൾ ഉള്ളിലൊരു ടെൻഷൻ കാണും, അയ്യോ അച്ഛന് ഇഷ്ടമല്ലാതെ നമ്മൾ വന്നത്. പക്ഷേ ഇത് രണ്ടുപേരെ സപ്പോർട്ടോടി വന്ന് നമുക്കിവിടെ ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ, ചെയ്യാൻ കോൺഫിഡന്റ് ആയിരിക്കും അല്ലേ? അതെ. എന്നെ ഇപ്പൊ ഞാൻ എന്തെങ്കിലും തെറ്റ്, അതായത് ഇപ്പൊ സീരിയൽസിലൊക്കെ ആണെങ്കിലും എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും പറഞ്ഞായിരുന്നു അച്ഛനാണ്. അച്ഛൻ എൻ്റെ സീരിയൽസ് എല്ലാം കാണും. സീരിയൽസിൽ എല്ലാ എപ്പിസോഡും റിപ്പീറ്റ് കണ്ടിട്ട് ഒരു തെറ്റുണ്ടെങ്കിൽ പോലും നീ അത് ചെയ്തത് ശരിയല്ല, അപ്പം നേരെ നിൽക്കണം, ഇപ്പം ചെരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അങ്ങനെ നിൽക്കരുത്, നല്ലതായിട്ട് നോക്കണം. അപ്പം എനിക്ക് പറഞ്ഞു തരുന്നതൊക്കെ എൻ്റെ അച്ഛനാണ്. എല്ലാം പറഞ്ഞു തരുന്നത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരുന്നത്. ഈ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു തരുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മളത് എപ്പോഴും നെഗറ്റീവ് പോസിറ്റീവ് മാത്രം പറഞ്ഞാൽ നമ്മൾ നന്നാവൂല അല്ലേ? ഇപ്പം ഞാൻ ഇന്റർവ്യൂ എടുക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല കമന്റ്സ് വരും. കമന്റ്സിൽ നല്ലതും കാണും കെട്ടതും കാണും. നമ്മൾ ഏതാ എടുക്കേണ്ട വെച്ചാൽ അത് മാത്രം എടുക്കുക. അച്ഛൻ നല്ലത് എപ്പോഴും പറഞ്ഞു തരത്തുള്ളൂ. അച്ഛന്മാരെല്ലാം അങ്ങനെ തന്നെയല്ലേ? പിന്നെ അതുപോലെ ഈ സീരിയലൊക്കെ വരുന്ന സമയങ്ങളിൽ, ആദ്യ സമയങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുകൾ അഭിനയിക്കാനുള്ള, നമ്മൾ ഈ മീൻ പിടിച്ചും അല്ലെങ്കിൽ ഓടിക്കളി നടച്ചൊക്കെ പാടത്ത് ഓടിക്കളിച്ചൊക്കെ നടന്നൊരു കുട്ടി പെട്ടെന്നൊരു ക്യാമറയുടെ ഫ്രണ്ട് ഓഫ് ക്യാമറ വരുമ്പോഴത്തേക്കിന് ഭയങ്കര ബുദ്ധിമുട്ടാവത്തില്ലേ? ടെൻഷൻ ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ ഇവിടെ വരുമ്പം, ഞാൻ ആദ്യത്തെ സീരിയൽ ചെയ്യുന്ന ടൈമിലാണെങ്കിലും ഇവിടെ വരുന്ന ടൈമിലാണെങ്കിലും വലിയ വലിയ സീനിയർ ആർട്ടിസ്റ്റുകളാണ് കൂടെ അഭിനയിക്കുന്നത്. അപ്പോൾ അവരൊക്കെ നമ്മളോട് എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പം ഭയങ്കര ഫ്രണ്ട്ലി, എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എല്ലാവർക്കും എന്താണ്, എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് കമ്പനി അടിച്ച് ഭയങ്കര ഹാപ്പിയായി ഇവിടെ വന്നിരിക്കാൻ. ഭയങ്കര ഹാപ്പിയാണ്. ഈ കൂട്ടത്തിലുള്ള ഏറ്റവും ബോൾഡ് ആയിട്ടുള്ള ഫ്രണ്ട് ആരാണ്? എൻ്റെ കൂട്ടത്തിലോ? ഇത് നാട്ടില് അങ്ങനെ ചോദിച്ചാ ബോൾഡായിട്ട് എല്ലാവരും ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ഇപ്പം അതെനിക്ക് ഒരാളല്ല കേട്ടോ, എനിക്ക് ഒരുപാട് പേരുണ്ട്. കുറച്ചും കൂടെ പിന്നെ സംസാരിക്കുമ്പം ഇടിച്ചിടിച്ച് നിൽക്കുക അല്ലെങ്കിൽ എതിർത്ത് സംസാരിക്കുന്ന ആരുണ്ട്? പേഴ്സണലി ഞാൻ അങ്ങനെ ഒരാളോട് ഇങ്ങനെ അങ്ങനത്തെ തർക്കിക്കുന്ന ഒരാളല്ല. ഒരു വിഷമം വന്നു, ആ വിഷമം അവരോട് അറിയിക്കുകയാണ്, ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള അതോ അങ്ങനെ കുറെ ഒരാളെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യാം, ഇഷ്ടപ്പെട്ട ഒരാളെ വിളിക്കുക, ഫോണിൽ വിളിച്ചിട്ട് ഇതുപോലെ എനിക്കൊരു ബസ്സിൽ ഇങ്ങനെ സംഭവം നടന്ന് എനിക്കിങ്ങനെ പോകുന്ന വഴിക്ക് എന്നെ ആരോ എന്തോ ചെയ്യാൻ ശ്രമിച്ചു, എന്നുവെച്ചാൽ ഒന്ന് ശല്യം ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അയാളെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ഇപ്പം ഞാനും അയാൾ മാത്രമേ ഉള്ളൂ, ബാക്കി നിന്നവരൊക്കെ പോയി. അയാളുടെ ഞാൻ ഫോണൊന്ന് കൊടുക്കാം എന്ന് പറയുക. അപ്പോൾ എന്താണെങ്കിലും പ്രതികരണം നമുക്ക് നോക്കാം.
പക്ഷെ ഞാനൊരു കാര്യം ഇവിടെ ഞാൻ ഷൂട്ടിലാണെന്ന് എല്ലാവർക്കും അറിയാം. പറഞ്ഞാൽ മതി. പുറത്തിറങ്ങി പോയപ്പോൾ നടന്ന സംഭവം ക്ലാസ്സിലായിരിക്കും എല്ലാവരും. വിളിച്ചു നോക്ക്, കിട്ടുന്ന ഒരാളെ വിളിക്കാം, എടുക്കുന്ന ഒരാൾ. അല്ലെങ്കിൽ ലൊക്കേഷനിൽ ആരുണ്ട്? ലൊക്കേഷനിലോ? ലൊക്കേഷനിൽ ആരുണ്ട് സുഹൃത്തുക്കൾ? ലൊക്കേഷനിൽ അങ്ങനെ ഞാൻ പേഴ്സണലി അല്ല, എല്ലാ ചാനലിലും വിളിച്ച് പൈസ ചോദിക്കുന്ന പതിവ്. നമുക്ക് നേരെ തിരിച്ചിടാവ്. ചാനൽസിലെല്ലാം വിളിക്കുമ്പോൾ എല്ലാവരും പൈസ ഇടും, ഗൂഗിൾ പേ ഇടുമെന്ന് ചോദിക്കുന്നത്. ഇതിങ്ങനെ പറഞ്ഞു നോക്കാം, ഒരു പ്രശ്നത്തിൽ പെട്ടുപോയി, എന്താ ചെയ്യാൻ പറ്റും നോക്കി. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഞാൻ പോകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും കടയിൽ കയറിയപ്പോൾ ആരോ എൻ്റെ ബാഗിൽ ഒരു തുണി എടുത്ത് വെച്ചു. ഞാൻ എടുത്തതല്ല, ഞാൻ എടുത്തതാണെന്ന് പറഞ്ഞ് എന്നെ അവിടെ പിടിച്ച് ചേർത്തി. ഒന്ന് പറഞ്ഞാൽ മതി. അതിൻ്റെ ഓണർ എൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞാൽ മതി. വിളിക്കും. ക്യാമറ ചെക്ക് ചെയ്യാൻ വരെ ചെക്ക് ചെയ്യുന്നില്ലെന്ന് പറയാം കേട്ടോ. നോക്കാം ലക്ഷ്മി ആരെയാണ് വിളിക്കാൻ പോകുന്നതെന്നുള്ളത്. ഹലോ, എടാ ഞാൻ ചെറിയൊരു പ്രശ്നത്തിലാടാ. എടാ ഞാനിവിടെ ഷൂട്ടിലായിരുന്നു. അപ്പം ഞാനൊരു ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി പോയി. അന്നപ്പോഴത്തേക്കിനും അവിടുത്തെ ആരോ എൻ്റെ ബാഗിൽ ഒരു ഡ്രസ്സ് കൊണ്ട് വെച്ചടാ. അപ്പം അല്ല, അതല്ല, അവരെന്നെ പിടിച്ചു വെച്ചേക്കുന്നടാ ഈ ഇവിടുത്തെ ആൾക്കാര്. എടാ ഞാൻ പറഞ്ഞു അവർ ക്യാമറ ചെക്ക് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ലടാ. ഞാൻ ക്യാമറ ചെക്ക് ചെയ്യാൻ പറഞ്ഞു, പക്ഷെ അവര് സമ്മതിക്കുന്നില്ല. എടാ ഞാൻ ഓണറിന്റെ കയ്യിൽ കൊടുക്കാടാ. നീ ഒന്ന് എന്തെങ്കിലും എനിക്ക് ഹെൽപ്പ് ചെയ്യോ? നീ ഒന്ന് അവരോട് സംസാരിക്കടാ. ഹലോ ബ്രോ, ഇത് ഞാനല്ല പിടിച്ചു വെച്ചിരിക്കുന്നേ. നിങ്ങളുടെ പേരെന്താ? ഫവാസെ. ഒരു മിനിറ്റ്, എന്നെ പറയാൻ സമ്മതിക്കുമോ? പിന്നെ ഞാൻ വന്നപ്പോഴാണ് സംഭവം അറിയുന്നത്, ഞാനില്ലായിരുന്നു ഇവിടെ. അപ്പം സംഭവം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ ഒരു ചുരിദാറല്ലേ എടുത്തേ? അല്ല, ഒരു ചുരിദാറല്ലേ മേടിച്ചത്. പുള്ളിക്കാരി ഒരെണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ. പക്ഷെ അവൾ പുള്ളിക്കാരുടെ ബാഗിൽ പുള്ളിക്കാരി പറഞ്ഞ ആരോ എടുത്തു വെച്ചെന്ന് നമുക്കറിയില്ല. അത് CCTV ചെക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ CCTV ഓഫായിരുന്നു, ചെക്ക് ചെയ്തിട്ടില്ല. അപ്പം ഒന്നുകിൽ ആ പുള്ളിക്കാരിയെ പേയ്മെന്റ് അടയ്ക്കാൻ പറ. അതിപ്പം പുള്ളിക്കാരി ഇപ്പൊ സീരിയൽ ആർട്ടിസ്റ്റാന്ന് പറയുന്നത്. അതല്ല ഫവാസെ, CCTV ഓഫാണ് ബ്രദർ, അതുകൊണ്ടാണ്. നിങ്ങളൊരു കാര്യം ചെയ്യോ ഫവാസ്? എവിടെയാ ഉള്ളേ? ഇത് നമ്മുടെ ട്രിവാൻഡ്രത്താണ്, മണക്കാട് തന്നെയാണ്. ഇവിടെ ഷൂട്ട് നടക്കുന്നതെന്ന് പറഞ്ഞു. എവിടെ ഷൂട്ട് നടക്കുന്നത്? ഇവിടെ മണക്കാടാണ്. അപ്പോൾ അവിടെ നമുക്കറിയില്ല. അപ്പം സീരിയൽ ലൊക്കേഷനിൽ ആരെയൊക്കെ വിളിച്ചിട്ട് ആരും വരുന്നില്ല. വന്നോ ആരെങ്കിലും? എല്ലാം ഷൂട്ട് ലൊക്കേഷനിലാണെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ട ഫവാസ? കാര്യം എനിക്ക് ഇതിനകത്ത് കാര്യം സ്റ്റാഫുകളുണ്ട്, ഇവിടെ കട കച്ചവടം നടക്കുന്ന സമയമാണ്. അല്ല, അറിയാതെ അങ്ങനെ എടുത്ത് വെക്കേണ്ട ആരെങ്കിലും വിരോധികളുണ്ടോ ഇവിടെ? അതറിയത്തില്ലല്ലോ ചേട്ടാ. ലക്ഷ്മിക്ക് അങ്ങനെ വിരോധികൾ ആരും ഇല്ലെന്നാണ് ലക്ഷ്മി നല്ല പേര് പറഞ്ഞത്. ലക്ഷ്മിക്ക് അങ്ങനെ വിരോധമില്ലെന്ന് പറഞ്ഞത്. അപ്പൊ ഫവാസ ഒരു കാര്യം ചെയ്യും ഫവാസ, ഇപ്പം ഫ്രണ്ട് എന്നുള്ള രീതിയിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും പുള്ളിക്കാരിയെ? എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിന്ന് വരാൻ പറ്റും? ഇവിടെ വരുന്നത് അല്ല, അവിടെ നിന്ന് വരാൻ എന്ന് വെച്ചാലേ പുള്ളിക്കാരി ഇപ്പം കരയുന്നൊരു അവസ്ഥയിൽ ഇരിക്കുകയാണ്. നമ്മുടെ കടയുടെ പേര് അമ്മൂസ് ടെക്സ്റ്റൈൽസ്. ചെറിയൊരു കടയാണ് ബ്രോ. കാര്യം 1000 സ്ക്വയർ ഫീറ്റിനകത്തുള്ള ചെറിയ കടയാ. ഇവിടെ ആരെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുമോ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട്? വിടാം. ചുരിദാറിന്റെ പേയ്മെന്റ് 3500 ചുരിദാറാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഫവാസെ ഡിയർ, ഇത് മൂവി വേൾഡ് മീഡിയ എന്ന് പറഞ്ഞത് ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുക. ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ചിട്ട് പ്രാങ്ക് കൊടുക്കാൻ പറഞ്ഞു, അങ്ങനെ വിളിച്ചു കേട്ടോ. സോറി, എൻ്റെ പേര് അനീഷ് ഖാൻ എന്നാണ്, സ്ഥലം കൊട്ടാരക്കരയാണ്. മൂവി വേൾഡ് മീഡിയ എന്ന് പറഞ്ഞ ചാനലിൽ നിന്നാണ് കേട്ടോ. ഞാൻ ലക്ഷ്മിയുടെ കൊടുക്കാം. എടാ എന്നെ വിളിച്ചിട്ട് ഒരാളോട് ചതിയല്ലടാ. എടാ ഹെൽപ്പ് ചെയ്യാൻ ചോദിച്ചടാ. എന്നെ വിളിച്ചിപ്പോ ഒരാള്, അതായത് എന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ഹെൽപ്പ് ചെയ്യാൻ ചോദിച്ച ആള് ഹെൽപ്പ് ചെയ്യാൻ ചോദിച്ചടാ. അപ്പൊ എനിക്ക് അത് ഓർമ്മ വന്ന് നിന്നെ വിളിക്കാന്നാ. ഫവാസെ, താങ്കൾ നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളാണ്, നല്ല ഫ്രണ്ടാണ് കേട്ടോ. ഓക്കെ, ബൈ ഫവാസെ, ബൈ, ടാറ്റ.
അടിപൊളി കേട്ടോ. എല്ലാ നമ്മൾ ചാനലൊക്കെ എടുക്കുമ്പോൾ ഗൂഗിൾ പേ ആയിട്ട് ഇടുമോ എന്നൊക്കെ ചോദിച്ചോണ്ടല്ലേ ഇടുന്നത്. അപ്പോൾ ഇത് കളിയാക്കിയതല്ല ലക്ഷ്മി, ഇത് പ്രാങ്ക് കൊടുത്തതാണ്. അപ്പോൾ ഫവാസിന് ഇപ്പോൾ അടുത്ത പേഴ്സണലി മെസ്സേജ് ഇടുമായിരിക്കും എടി എന്നൊക്കെ പറഞ്ഞിട്ട്. കൂടെ പഠിച്ചാണോ? എന്റെ കൂടെ പഠിച്ചതാണല്ലേ. ഇപ്പൊ ഈ പ്രോജക്റ്റ് ഇപ്പൊ എത്ര എപ്പിസോഡായി നമ്മുടെ മാനത്തെ? 50 എപ്പിസോഡായി. ഉണ്ട്. അതായത് അപ്പൊ അല്ലേട്ടൻ്റെ ഇളയ മകള്. ഇനിയിപ്പോ അടുത്ത എനിക്ക് ഒന്ന് ക്യാരക്ടർ വൈസ് വരുന്നത് ഇനിയിപ്പം ലക്ഷ്മിയുടെ ആയിരിക്കും വരുന്നത്. അപ്പൊ വളരെ സന്തോഷമുണ്ട് കേട്ടോ. കുറെ സമയമായിട്ട് നമ്മൾ സംസാരിച്ചു. ഇപ്പം ലക്ഷ്മിയുടെ ഇനിയും വിശേഷങ്ങൾ നമുക്ക് അറിയണം. ഇതൊരു 150-200 എപ്പിസോഡ് കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും കൂടെ വരും, നമുക്ക് ഒരിക്കൽ കൂടി ഇരിക്കാം. നമ്മുടെ മൂവി വേൾഡ് മിനി സ്ക്രീനിലെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാവരും സീരിയൽ കാണണം. 7 മണിക്ക് സി കേരളത്തിലെ മാനത്തെ കൊട്ടാരം. എല്ലാ ഫാമിലിയിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു നമ്മുടെ സ്വന്തം ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഇവിടെ നടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവരും കാണണം. തീർച്ചയായിട്ടും എല്ലാവരും കാണും, എല്ലാവരും സപ്പോർട്ട് ചെയ്യും. കാര്യം ഈ 50 എപ്പിസോഡ് 500 എപ്പിസോഡായി മാറട്ടെ. അതിലൂടെ ലക്ഷ്മിക്ക് വേറൊരു വഴിത്തിരിവ് ഉണ്ടായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.